വെൽക്കം ടു വണ്ടർ ബീ. കൂട്ടുകാരെ, നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് ചായക്കപ്പ് പഠിപ്പിച്ച പാഠം എന്ന കഥയാണ്. ചായക്കപ്പ് എന്ത് പഠിപ്പിക്കാനാണല്ലേ? കേട്ടു നോക്കാം. അപ്പുക്കുട്ടൻ ആളൊരു മടിയനായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ മടി, പ്രഭാതകൃത്യങ്ങൾ ചെയ്യാൻ മടി, സ്കൂളിൽ പോകാനാണെങ്കിൽ മടിയോ മടി. അവന് ആകെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്നോ? കയ്യിൽ ഒരു കപ്പ് ചായയുമായി സിറ്റൗട്ടിൽ വന്നിരിക്കുക, പതുക്കെ ചായ കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുക. ഒരു ദിവസം അപ്പുക്കുട്ടൻ രാവിലെ ചായക്കപ്പുമായി ഇരിക്കുകയായിരുന്നു. ഒരു പുതിയ കപ്പായിരുന്നു അത്. നല്ല ചുവപ്പു നിറവും അതിൽ മഞ്ഞ നിറത്തിലൊരു പൂവിന്റെ ചിത്രവുമൊക്കെയുള്ള ഒരസ്സൽ കപ്പ്. പൊടുന്നനെ ആ കപ്പ് അപ്പുക്കുട്ടനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പുക്കുട്ടാ, കപ്പ് പറഞ്ഞു, ഞാനൊരു മിടുക്കനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പുക്കുട്ടൻ അത്ഭുതത്തോടെ തല കുലുക്കി. അപ്പോൾ കപ്പ് പറഞ്ഞു, പക്ഷേ പണ്ട് ഞാൻ ഇന്ന് നീ കാണുന്നത് പോലെയുള്ള ഒരു കപ്പായിരുന്നില്ല. നിറവും ഭംഗിയും ഒന്നുമില്ലാതെ ഒരിടത്ത് മടി പിടിച്ച് കിടന്നിരുന്ന ഒരു പിടി മണ്ണ് മാത്രമായിരുന്നു അന്ന് ഞാൻ. കപ്പ് പറഞ്ഞത് കേട്ട് അപ്പുക്കുട്ടൻ വാ പൊളിച്ചു. അപ്പോൾ കപ്പ് തുടർന്നു, അങ്ങനെ ഇരിക്കെ ആരോ എന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി. അവരെന്നെ ആദ്യം വെള്ളത്തിലിട്ടു. എനിക്ക് വന്ന ദേഷ്യം. എന്നിട്ടോ അവരെന്നെ കുഴച്ചു മറിച്ചു. എന്റെ ദേഹം വേദനിച്ചു. ഞാൻ എന്നെ കൈകാര്യം ചെയ്യുന്ന ആളോട് ഉറക്കെ കരഞ്ഞു. എന്നെ വെറുതെ വിടൂ, സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കൂ. സമയമായിട്ടില്ല, അയാൾ പറഞ്ഞു. പിന്നെ അയാൾ എന്നെ ഒരു ചക്രത്തിൽ ഇരുത്തി വേഗത്തിൽ കറക്കി. ഒപ്പം കൈകൾ കൊണ്ട് എനിക്ക് ആകൃതി വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എനിക്ക് തല ചുറ്റി. ഞാൻ വീണ്ടും എന്നെ വെറുതെ വിടാൻ പറഞ്ഞ് നിലവിളിച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു, സമയമായിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് ഒരു കപ്പിന്റെ ആകൃതി വന്നിരുന്നു. പക്ഷേ എന്നിട്ടും നിർത്താതെ അയാൾ എന്നെ ചുട്ടുപൊള്ളുന്ന തീയിലൂടെ കടത്തിവിട്ടു. ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോഴും അയാൾ പറഞ്ഞു, സമയമായിട്ടില്ല. തീയിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും എന്റെ ദേഹം നന്നായി ഉറച്ചിരുന്നു. വൈകാതെ അയാൾ ചുവന്ന ചായമെടുത്ത് എന്റെ ദേഹത്ത് പൂശി. മാത്രമല്ല അതിൽ അങ്ങിങ്ങ് ചിത്രങ്ങളും വരച്ചു. ദാ എന്റെ പണി കഴിഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു. അയാൾ എന്നെ ഒരു ചില്ലുകൂട്ടിലിരുത്തി. അപ്പോഴേക്കും എന്നെ കാണാനും പുകഴ്ത്താനുമൊക്കെ ധാരാളം ആളുകൾ വന്നു ചേർന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ അച്ഛൻ എന്നെ സ്വന്തമാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. കപ്പ് പറഞ്ഞ കഥ കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു അപ്പുക്കുട്ടൻ. അച്ഛനും അമ്മയും ടീച്ചറുമൊക്കെ തന്നെ ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുകയാണെന്നാണ് അവൻ ഇതുവരെ ധരിച്ചിരുന്നത്. എന്നാൽ തന്നെ ഒരു മിടുക്കനാക്കി മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് അവൻ ഇപ്പോൾ മനസ്സിലായി. അന്നു മുതൽ മടിയൊക്കെ മാറ്റിവെച്ച് അവൻ മിടുമിടുക്കനായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ അപ്പുക്കുട്ടന്റെയും ചായക്കപ്പിന്റെയും കഥ?